Pattern allowances. In order for a pattern to be successfully employed in producing a casting having the desired dimensions, it must not be an exact replica of the part to be cast. A number of allowances must be made on the dimensions of the pattern. അതായത് നമുക്ക് ആവശ്യമായ ഡയമെൻഷനിൽ ഉള്ള ഒരു കാസ്റ്റിംഗ് നിർമ്മിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട പാറ്റേൺ എന്ന് പറയുന്നത് ആ കാസ്റ്റിങ്ങിൻ്റെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കാസ്റ്റിങ്ങിൻ്റെ അതേ ഡയമെൻഷൻ ഉള്ളവയായിരിക്കാൻ പാടില്ല. അതേ എക്സാക്റ്റ് ഷേപ്പോ എക്സാക്റ്റ് സൈസോ എക്സാക്റ്റ് ഡയമെൻഷൻ ഉള്ള പാറ്റേണാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാസ്റ്റിംഗ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള കാസ്റ്റിംഗ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആ പാറ്റേണിൽ ഒരുപാട് അലവൻസസ് കൊടുക്കേണ്ടതായിട്ട് വരുന്നു. ആ അലവൻസസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് ആ പാറ്റേൺ അലവൻസ് എന്ന് നോക്കുന്നതിന് മുന്നേ എന്താണ് അലവൻസ് എന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. An allowance is a planned deviation between an exact dimension and a theoretical dimension. Allowance is basically the size difference. Allowance എന്ന് പറഞ്ഞാൽ നമ്മളുടെ തിയററ്റിക്കൽ ഡയമെൻഷനും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മെറ്റീരിയലും തമ്മിലുള്ള ഒരു പ്ലാൻഡ് ഡീവിയേഷനാണ്, ഒരു പ്ലാൻഡ് ഡിഫറൻസാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് നൽകുന്ന ഒരു ഡീവിയേഷൻ അല്ലെങ്കിൽ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ അലവൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബേസിക്കലി ദ സൈസ് ഡിഫറൻസ്. അതായത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനവും നമ്മുടെ പ്ലാനും തമ്മിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ തിയററ്റിക്കൽ ഡയമെൻഷൻ തമ്മിൽ ഒരു ഡിഫറൻസ് നമ്മൾ കൊടുക്കുന്നു. ആ ഒരു ഡിഫറൻസ് കൊടുത്താൽ മാത്രമേ നമുക്ക് കിട്ടുന്ന നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോഡക്റ്റിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡയമെൻഷൻ കിട്ടും. ആ ഒരു എക്സ്ട്രാ കൊടുക്കണം, ചിലതിൽ കൂടുതൽ കൊടുക്കും, ചിലതിൽ കുറവ് കൊടുക്കും. ആ ഒരു എക്സ്ട്രാ അല്ലെങ്കിൽ ആ ഒരു ലെസർ ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അലവൻസ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് പാറ്റേൺ അലവൻസസ്: shrinkage allowance, machining allowance, draft allowance, wrapping allowance and distortion allowance. Shrinkage allowance. Shrinkage is defined as reduction in the dimension of the casting during the cooling or solidification process. നമ്മുടെ കാസ്റ്റിങ് അത് കൂളാകുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, അതിൻ്റെ ഡയമെൻഷൻ ചെറുതാവും, അതായത് അത് ചുരുങ്ങും, അത് കോൺട്രാക്റ്റ് ചെയ്യും അല്ലെങ്കിൽ അത് ഷ്രിങ്ക് ചെയ്യും. അതായത് കൂള് ചെയ്ത് സോളിഡ് സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ആകുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, അതൊന്ന് ചുരുങ്ങും. ആ ചുരുങ്ങുന്നതിനാണ് നമ്മൾ ഷ്രിങ്കേജ് എന്ന് പറയുന്നത്, ഷ്രിങ്കേജ് ഓർ കോൺട്രാക്ഷൻ. ദിസ് ഈസ് എ ജനറൽ പ്രോപ്പർട്ടി ഓഫ് ആൾ മെറ്റീരിയൽസ്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഷ്രിങ്കേജ് വേരീസ് ഫ്രം മെറ്റീരിയൽ ടു മെറ്റീരിയൽ, ബട്ട് എവരി മെറ്റീരിയൽ ഷ്രിങ്ക്സ്. എല്ലാ മെറ്റീരിയലിനും ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് അത്. പക്ഷേ ഓരോ മെറ്റീരിയലിനും അതിൻ്റെ ഷ്രിങ്കേജിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്രത്തോളം ഷ്രിങ്ക് ആവും എന്ന് ഓരോ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആസ് മോൾട്ടൺ മെറ്റൽ കൂൾസ്, ഷ്രിങ്കേജ് occurs in 3 distinct stages: liquid shrinkage, solidification shrinkage and solid shrinkage. മോൾട്ടൺ മെറ്റൽ കൂളാകുമ്പോഴത്തേക്കും ഈ ഷ്രിങ്കേജ് നടക്കുന്നത് 3 സ്റ്റേജസ് ആയിട്ടാണ്: ലിക്വിഡ് shrinkage, solidification shrinkage and solid shrinkage. Liquid shrinkage is the contraction that occurs as the alloy cools but remains in its liquid state. This is not normally significant from a casting design perspective. അതായത് ലിക്വിഡ് shrinkage എന്ന് പറയുന്നത് നമ്മുടെ മോൾട്ടൺ ഫോമിലിരിക്കുന്ന മെറ്റൽ, അതായത് ലിക്വിഡ് ഫോമിലിരിക്കുന്ന നമ്മുടെ മെറ്റൽ അതിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞ് ലിക്വിഡ് സ്റ്റേറ്റിൽ ഉള്ള ഒരു ലോ ടെമ്പറേച്ചറിലോട്ട് മാറുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ കുറയുന്നുണ്ട്, അത് കൂളാവുന്നുണ്ട്, ബട്ട് അതിൻ്റെ സ്റ്റേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഫേസ് ചേഞ്ച് ചെയ്യുന്നത് ലിക്വിഡ് സ്റ്റേറ്റിൽ തന്നെയാണ് അത് കണ്ടിന്യൂ ചെയ്യുന്നത്. ബട്ട് ഒരു ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ഒരു ലോവർ ടെമ്പറേച്ചറിലോട്ട് കൂളാവുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആ സ്റ്റേജിൽ, അതായത് ഒരു ഹയർ ടെമ്പറേച്ചറിലിരിക്കുന്ന മോൾട്ടൺ മെറ്റൽ, ലിക്വിഡ് ഫോമിലിരിക്കുന്ന മെറ്റൽ ഒരു ലോവർ ടെമ്പറേച്ചറിലുള്ള ഒരു ലിക്വിഡ് ഫോമിലുള്ള മെറ്റലായിട്ട് മാറുന്നു. ആ ടൈമിലുള്ള ഷ്രിങ്കേജിനെയാണ് ലിക്വിഡ് ഷ്രിങ്കേജ് എന്ന് പറയുന്നത്.
അതായത് ലിക്വിഡ് സ്റ്റേറ്റിലിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഷ്രിങ്കേജ്. ഇത് സാധാരണ നമ്മളൊരു ഡിസൈൻ പെർസ്പെക്റ്റീവിൽ ഇതിന് വളരെ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. ഇതിൻ്റെ ഈ ഷ്രിങ്കേജ് നമ്മളങ്ങനെ സാധാരണ കണക്കിലെടുക്കാറില്ല. നെക്സ്റ്റ് വൺ ഈസ് ലിക്വിഡ് ടു സോളിഡ് shrinkage. It is also known as solidification shrinkage. It occurs as the alloy changes from a liquid to a solid. This is significant for the designer as contraction will draw more metal into the casting from the risers. It is taken care of by proper gating and risering. അതായത് ഇനി നടക്കുന്നത് ലിക്വിഡ് ടു സോളിഡ് shrinkage ആണ്. നമ്മൾ ആദ്യത്തെ കേസിൽ പറഞ്ഞത് ലിക്വിഡ് shrinkage ആണ്. അതായത് ഒരു ഹയർ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന മോൾട്ടൺ മെറ്റൽ അത് കൂളായി ഒരു ലോവർ ടെമ്പറേച്ചറിലുള്ള ലിക്വിഡ് ഫോമിലോട്ട് മാറുന്നു. അപ്പോഴുള്ള shrinkage ആണ് ലിക്വിഡ് shrinkage. നെക്സ്റ്റ് ഇനി ഫേസ് ചേഞ്ച് ചെയ്യുകയാണ്, ലിക്വിഡിൽ നിന്ന് സോളിഡിലോട്ട് മാറുകയാണ്. ഇവിടെ സോളിഡിഫിക്കേഷൻ നടക്കുകയാണ്, സോളിഡ് സ്റ്റേറ്റിലോട്ട് വരികയാണ് മെറ്റൽ. അപ്പോൾ ഉണ്ടാവുന്ന shrinkageനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സോളിഡിഫിക്കേഷൻ shrinkage എന്ന് പറയുന്നത്. ഇത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഈ സമയത്ത് എന്ത് സംഭവിക്കും, ഒരുപാട് മെറ്റൽ ഇത് വലിച്ചെടുക്കും, ഒരുപാട് മോൾട്ടൺ മെറ്റൽ ഇത് വലിച്ചെടുക്കും നമ്മുടെ റൈസറിൽ നിന്നൊക്കെ. സോ അപ്പോൾ ഇതിനെ നമ്മൾ ഈ ഒരു shrinkageനെ നമ്മൾ കൗണ്ടർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ നമ്മൾ ടേക്കൺ കെയർ ചെയ്യുന്നത് നല്ലൊരു ഗേറ്റിംഗ് സിസ്റ്റത്തിലൂടെ, നല്ലൊരു റൈസർ പ്രൊവൈഡ് ചെയ്തുമാണ് ഈ ഒരു shrinkageനെ നമ്മൾ കൗണ്ടർ ചെയ്യുന്നത്. ദ നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് shrinkage ഈസ് സോളിഡ് shrinkage. It is a continued shrinkage that occurs as the solid metal casting cools to ambient temperature in its solid state. ഇപ്പോൾ നമ്മൾ നേരത്തെ കേസിൽ, അതായത് നമ്മുടെ സോളിഡിഫിക്കേഷൻ shrinkageൽ അത് സോളിഡ് സ്റ്റേറ്റിലോട്ട് വന്നു, ബട്ട് എന്താണ്, ഒരു ഹയർ ടെമ്പറേച്ചറിൽ ഇരിക്കണം. ആ ഹയർ ടെമ്പറേച്ചർ ആയിട്ടുള്ള സോളിഡിൽ നിന്ന് ഒരു ലോവർ ടെമ്പറേച്ചറിലേക്കുള്ള, അല്ലെങ്കിൽ ഒരു റൂം ടെമ്പറേച്ചറിലുള്ള ഒരു സോളിഡായിട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന shrinkage ആണ് സോളിഡ് shrinkage. അതായത് സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ ഉള്ള shrinkage ആണ് സോളിഡ് shrinkage. ഇത് നമ്മുടെ ഒരു ഡിസൈനറിൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ഒരു സോളിഡ് shrinkageനെ നമ്മൾ പാറ്റേൺ മേക്കർ shrinkage എന്നും പറയും. അപ്പം ഇതിനെ നമ്മൾ കൗണ്ടർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ അഭിമുഖീകരിക്കുന്നത് ഒരു പോസിറ്റീവ് shrinkage അലവൻസ് കൊടുത്തിട്ടാണ്. പോസിറ്റീവ് shrinkage അലവൻസ് മീൻസ് നമ്മുടെ പാറ്റേണിൽ എന്തുണ്ടാകും, നമ്മൾ പാറ്റേൺ കുറച്ചുകൂടെ വലുതായിട്ട് ക്രിയേറ്റ് ചെയ്യും. പല മെറ്റൽസിനും ഉള്ള ഒരു അലവൻസാണ് നമ്മൾ ഇതിൽ കൊടുത്തേക്കുന്നത്. കോൺട്രാക്ഷൻ അലവൻസ് ഓർ നമ്മുടെ shrinkage അലവൻസ് ആണ് ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. സോ ഹിയർ ഈസ് എ പാറ്റേൺ വിത്ത് ദ shrinkage ഓർ കോൺട്രാക്ഷൻ അലവൻസ്. അതായത് നമ്മുടെ പാറ്റേൺ നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ റിക്വേർഡ് കാസ്റ്റിങ്ങിനെ കാട്ടിയും കുറച്ചുകൂടെ ഒരു ബിഗർ സൈസിലായിട്ടായിരിക്കും നമ്മൾ മേക്ക് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ഈ shrinkage, ഈ മെറ്റൽ ചുരുങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള എക്സാക്റ്റ് ഡയമെൻഷനിൽ നമുക്കത് ലഭിക്കും. മെഷീനിങ് അലവൻസ്. ഇറ്റ് ഈസ് എ പോസിറ്റീവ് അലവൻസ് ഗിവൻ ടു കോമ്പൻസേറ്റ് ഫോർ ദ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ ദാറ്റ് ഈസ് ലോസ്റ്റ് ഇൻ മെഷീനിങ് ഓർ ഫിനിഷിംഗ് ദ കാസ്റ്റിംഗ്. നമ്മുടെ കാസ്റ്റിങ്ങിന് ശേഷം, കാസ്റ്റിംഗ് മേക്ക് ചെയ്തതിന് ശേഷം അതിൽ എന്തെങ്കിലും ഫിനിഷിങ്ങോ മെഷീനിങ് പർപ്പസോ ചെയ്യേണ്ടതായിട്ട് വരും. ആ സമയത്ത് എന്ത് സംഭവിക്കും, ആ കാസ്റ്റ് നമ്മൾ മെഷീൻ ചെയ്യുന്ന ടൈമിൽ അതിൽ ആ അതിൻ്റെ മെറ്റീരിയൽ നമുക്ക് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ഫിനിഷ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് മെറ്റീരിയൽ, ഔട്ടർ മെറ്റീരിയൽ നമുക്ക് നഷ്ടപ്പെടാം. ആ ഒരു അലവൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, പാറ്റേണിന് എക്സ്ട്രാ കൊടുക്കും. സോ അപ്പോൾ നമ്മൾ പാറ്റേൺ കുറച്ച് എക്സ്ട്രാ മേക്ക് ചെയ്യുകയാണെങ്കിൽ, ലാർജ് സൈസിൽ മേക്ക് ചെയ്യുകയാണെങ്കിൽ, അതേപോലെ തന്നെ നമ്മളെ കാസ്റ്റിങ് എന്താകും, കുറച്ച് ലാർജ് സൈസിലാവും. അപ്പോഴത്തേക്കും നമ്മൾ മെഷീൻ ചെയ്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എക്സാക്റ്റ് ആവശ്യമായിട്ടുള്ള ആ ഒരു കാസ്റ്റിംഗ് നമുക്ക് ലഭിക്കും. ഇഫ് ദിസ് അലവൻസ് ഈസ് നോട്ട് ഗിവൺ, ദ കാസ്റ്റിംഗ് വിൽ ബിക്കം അണ്ടർ സൈസ് ആഫ്റ്റർ മെഷീനിങ്. ഈ അലവൻസ് നമ്മൾ കൊടുക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും, മെഷീനിന് ശേഷം കാസ്റ്റിംഗ് അണ്ടർ സൈസായിപ്പോകും. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള സൈസിനെക്കാട്ടിയും ചെറുതാവും. The amount of this allowance depends on the size of casting, methods of machining and the degree of finish. ഈ അലവൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഉണ്ടാക്കുന്ന കാസ്റ്റിങ്ങിൻ്റെ സൈസിനെയും നമ്മൾ ഏത് മെഷീനിങ് പ്രോസസ്സാണ് യൂസ് ചെയ്യുന്നതെന്നും അതേപോലെ നമുക്ക് എത്രത്തോളം ഫിനിഷ് വേണം, ദ ഡിഗ്രി ഓഫ് ഫിനിഷിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇൻ ജനറൽ ദ വാല്യൂ വേരീസ് ഫ്രം 3 mm to 18 mm.
സാധാരണ ഇതിൻ്റെ ഒരു വേരിയേഷൻ എന്ന് പറയുന്നത് ജനറലി നമ്മൾ കൊടുക്കുന്ന അലവൻസ് എന്ന് പറയുന്നത് വേരീസ് ഫ്രം 3 to 18 mm. The next kind of allowance is draft allowance or taper allowance. Taper allowance is also a positive allowance and is given on all the vertical surfaces of pattern so that its withdrawal becomes easier. ഇതും ഒരു പോസിറ്റീവ് അലവൻസ് ആണ്. ഇത് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ കാസ്റ്റിങ്ങിൻ്റെ വെർട്ടിക്കൽ സർഫസസിലാണ് കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട് കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ മൗൾഡിൽ നിന്ന് പാറ്റേൺ നമുക്ക് ഈസിലി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡ്രാഫ്റ്റ് ഓർ ടേപ്പർ അലവൻസ് നൽകുന്നത്. The normal amount of taper on the external surfaces varies from 10 mm to 20 mm per meter. നോർമലി ഇതിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് ഒരു മീറ്ററിൽ 10 to 20 mm ആണ് നമ്മൾ കൊടുക്കുന്നത്. ഡ്രാഫ്റ്റ് അലവൻസ് വേരീസ് വിത്ത് ദ കോംപ്ലക്സിറ്റി ഓഫ് ദ ജോബ്. നമ്മൾ ചെയ്യുന്ന ജോബിൻ്റെ കോംപ്ലക്സിറ്റി അനുസരിച്ച് അതിന് വേരിയേഷൻ ഉണ്ടാവും. ഇന്നർ ഡീറ്റെയിൽസ് ഓഫ് ദ പാറ്റേൺ റിക്വയർ ഹയർ ഡ്രാഫ്റ്റ് ദാൻ ഔട്ടർ സർഫസസ്. ഇന്നർ സർഫസസിലായിരിക്കും നമ്മൾ കൂടുതൽ പാറ്റേൺ അലവൻസ് നൽകുന്നത്. ഇൻ കാസ്റ്റിംഗ് പ്രോസസ് ഇഫ് ദ പാറ്റേൺ ഈസ് മെയ്ഡ് ബൈ യൂസിങ് വാക്സ് മെർക്കുറി ദെൻ നോ ഡ്രാഫ്റ്റ് അലവൻസ് ഈസ് റിക്വയർഡ്. വാക്സോ മെർക്കുറി കൊണ്ടാണ് നമ്മൾ പാറ്റേൺ നിർമ്മിക്കുന്നത് എങ്കിൽ നമുക്ക് ഈ ഡ്രാഫ്റ്റ് അലവൻസിൻ്റെ ആവശ്യമില്ല. കാരണം അത് ഈസിലി ആയിട്ട് നമ്മുടെ മോൾഡിൽ നിന്ന് മോൾഡിങ് സാൻഡിൽ നിന്ന് നമുക്ക് ഈസിലി വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ്. ദിസ് ഇമേജ് ഷോസ് ഡ്രാഫ്റ്റിംഗ് അലവൻസ്. നമ്മൾ ഡ്രാഫ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് അത് പെട്ടെന്ന് നല്ല ഈസിലി ആയിട്ട് നമുക്ക് ഈ മോഡലിൽ നിന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫിഗറിൽ നിന്ന് ഇത് മനസ്സിലാവും. ദിസ് ഈസ് അനദർ പിക്ചർ ഓഫ് ടേപ്പർ അലവൻസ് ഓർ ഡ്രാഫ്റ്റ് അലവൻസ്. ഇതിൻ്റെ ഇന്നർ സർഫസിലും നമ്മൾ ഡ്രാഫ്റ്റിംഗ് അലവൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. The next allowance is wrapping allowance or shake allowance. Before withdrawing the pattern, it is wrapped and thereby the size of the mold cavity increases. നമ്മൾ ഈ മോൾഡ് ക്യാവിറ്റിയിൽ നിന്ന് പാറ്റേൺ റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അതിനെ ഒന്ന് റാപ്പ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഒന്ന് ഷേക്ക് ചെയ്തിട്ടാണ് ഇത് എടുക്കുന്നത്. ഇത് ഷേക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു? ഈ മോൾഡ് ക്യാവിറ്റിയുടെ ഡൈമെൻഷൻസ് ചേഞ്ച് ചെയ്യുന്നു. Actually, by wrapping, the external sections move outwards, increasing the size, and internal sections move inwards, decreasing the size. അപ്പോൾ നമ്മൾ റാപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഈ എക്സ്റ്റേണൽ സെക്ഷൻസ് പുറത്തോട്ട് മൂവ് ചെയ്യുകയും ഇൻറ്റേർണൽ സെക്ഷൻസ് അകത്തോട്ട് മൂവ് ചെയ്യുകയും ചെയ്യുന്നു. സോ അതുവഴി എക്സ്റ്റേണൽ സൈഡ്സൊക്കെ എന്താവുന്നു? അത് വലുതാവുകയും ഇൻറ്റേർണൽ ഒരു ഹോളോ സ്പേസാണ് അകത്തുണ്ടാവുന്നതെങ്കിൽ അതൊക്കെ എന്താവുന്നു? അത് ചെറുതാവുന്നു. This movement may be insignificant in the case of small and medium-sized castings, but it is significant in the case of large castings. വളരെ ചെറുതും അല്ലെങ്കിൽ മീഡിയം സൈസ് ആയിട്ടുള്ള കാസ്റ്റിങ്സിൽ ഇത് ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷേ വലിയ കാസ്റ്റിങ്സിൻ്റെ കേസിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. This allowance is kept negative and hence the pattern is made slightly smaller in dimensions like 0.5 to 1 mm. സോ ഇത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒരു നെഗറ്റീവ് അലവൻസ് ആണ്. സോ നമ്മൾ പാറ്റേൺ മേക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പാറ്റേൺ കുറച്ച് ചെറുതായിട്ടാണ് നമ്മൾ റിക്വയർഡ് സൈസ് ഓഫ് കാസ്റ്റിങ്ങിനെ കാട്ടിയും കുറച്ച് ചെറുതായിട്ടാണ് പാറ്റേൺ മേക്ക് ചെയ്യുന്നത്. ദ ലാസ്റ്റ് അലവൻസ് ഈസ് ഡിസ്റ്റോർഷൻ ഓർ കേംബർ അലവൻസ്. When the metal is in cooling process, stress is developed in the solid metal due to uneven metal thickness in the casting process. സപ്പോസ് നമ്മുടെ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു അൺഈവൻ തിക്നെസ് ഉള്ളതാണ്. അതായത് എല്ലായിടത്തും തിക്നെസ് ഒരേപോലെയല്ല, പലയിടത്തും പല തിക്നെസ്സാണ്. അങ്ങനെയുള്ള കേസുകളിൽ എന്ത് സംഭവിക്കുന്നു? ഇത് സോളിഡിഫൈ ചെയ്യുമ്പോഴത്തേക്കും സം കൈൻഡ് ഓഫ് സ്ട്രെസ്സസ് ആർ ഡെവലപ്ഡ് ഇൻ ഇറ്റ്. പല സ്ഥലത്തും സ്ട്രെസ്സുകളുണ്ടാവുന്നു. ഈ സ്ട്രെസ്സ് പല സ്ഥലത്തും പല രീതിയിലായിരിക്കും ഉണ്ടാവുന്നത്. കാരണം അതിൻ്റെ തിക്നെസ് അൺഈവൻ ആയതുകൊണ്ട് പല സ്ഥലങ്ങളിലും പല എമൗണ്ടിലുള്ള സ്ട്രെസ്സുകളായിരിക്കും ഉണ്ടാകുന്നത്. ഇത് കാരണം എന്ത് സംഭവിക്കുന്നു? ഇതിന് ഈ കാസ്റ്റിങ്ങിന് ബെൻഡിങ്ങോ ഡിസ്റ്റോർഷനോ സംഭവിക്കും. ഈ ബെൻഡിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതിന് കേംബർ കൊടുക്കുന്നു. അതായത് സപ്പോസ് ഇത് താഴോട്ട് വളഞ്ഞു വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പാറ്റേൺ മേക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പാറ്റേൺ മുകളിലോട്ട് വളച്ച് വെക്കുന്നു. സോ അത് ബെൻഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നു? ഡിസ്റ്റോർഷൻ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നു? നമ്മുടെ കാസ്റ്റിംഗ് സ്ട്രെയിറ്റ് ആയിട്ട് വരും. To
To avoid this bending or distortion in casting, camber is provided in the opposite direction. നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ camber പ്രൊവൈഡ് ചെയ്യുന്നു. So that when bending occurs due to uneven thickness of metal, casting becomes straight. So അത് ബെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്തായി മാറുന്നു? സ്ട്രെയിറ്റ് ആയിട്ട് മാറുന്നു. സോ ഈ ഒരു പിക്ചർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ റിക്വയർഡ് ഷേപ്പ് ഓഫ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ആണ്. അതൊരു പെർഫെക്റ്റ് ഒരു ഐ സെക്ഷനാണ്. പക്ഷേ നമ്മൾ ആ ഷേപ്പിലൊരു പാറ്റേൺ മേക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? നമ്മൾ കാസ്റ്റിംഗ് നിർമ്മിച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഡിസ്റ്റോർട്ടഡ് ആയിട്ട് പോകും, അത് ബെൻഡായി പോകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മുടെ പാറ്റേണിൽ ഒരു കേമ്പറിങ് കൊടുക്കുന്നു, ഒരു വളവ് കൊടുക്കുന്നു. ഈ ഒരു അലവൻസിനെയാണ് നമ്മൾ കേമ്പറിങ് അലവൻസോ ഡിസ്റ്റോർഷൻ അലവൻസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫിഗറിൽ നമുക്ക് ആവശ്യമുള്ള കാസ്റ്റിംഗ്, നമുക്ക് ആക്ച്വലി വേണ്ട കാസ്റ്റിംഗ് എന്ന് പറയുന്നത് സെക്കൻഡ് ഫിഗറാണ്. അതൊരു പെർഫെക്റ്റ് യു ഷേപ്പാണ്. സോ നമ്മൾ പാറ്റേൺ അതേപോലെ മേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ഫിഗർ ആയിരിക്കും. ഒരു ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഒരു ബെൻഡ് ചെയ്തിട്ടുള്ളൊരു യു ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ആ ബെൻഡിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ പാറ്റേൺ എങ്ങനെ മേക്ക് ചെയ്യുന്നു? ആ തേർഡ് ഫിഗറിൽ കാണുന്ന പോലെ കുറച്ച് ബെൻഡ് ചെയ്ത് അകത്തോട്ട് ബെൻഡ് ചെയ്താണ് നമ്മൾ പാറ്റേൺ മേക്ക് ചെയ്യുന്നത്. സോ ഈ ഡിസ്റ്റോർഷൻ സംഭവിക്കുമ്പോൾ, ഡിസ്റ്റോർഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ യുവിൻ്റെ ലെഗ്സ് എന്ന് പറയുന്നത് അത് പുറത്തോട്ടാണ് ബെൻഡായി പോകുന്നത്, പുറത്തോട്ടാണ് തള്ളി വരുന്നത്. സോ ഈ അകത്തോട്ട് ബെൻഡ് ചെയ്തിരിക്കുന്നത് പുറത്തോട്ട് തള്ളി വരുമ്പോഴത്തേക്കും എങ്ങനെയാവുന്നു? നമുക്ക് ഒരു പെർഫെക്റ്റ് കാസ്റ്റ് ലഭിക്കുന്നു.